അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ കരിക്കോട് സാറിൻ്റെ വളരെ വിജ്ഞാനപ്രദമായ മനഃശാസ്ത്ര ക്ലാസ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു. ഏകദേശം 60 വീഡിയോളം ഇപ്പം ചെയ്തിട്ടുണ്ട്. 500 എപ്പിസോഡുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽപ്പെട്ട ഇന്ന് സാറേ നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒരു ഉത്തരം ആഗ്രഹിക്കുന്നത്, അതായത് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഒഴിച്ചുകൂടാനാക്കാത്തൊരു കാര്യമാണ്. ഇന്നത്തെ എല്ലാ കമ്മ്യൂണിക്കേഷനും മൊബൈലിലൂടെ. പണ്ടുള്ള ലെറ്ററിലൂടെ ഒക്കെ ആയിരുന്നു, അതൊക്കെ ആ കാലം കഴിഞ്ഞു പോയി. ഇന്ന് സെക്കൻഡ് സമയം കൊണ്ട് വിവരങ്ങൾ അറിയുന്ന ഒരു സിസ്റ്റം. അപ്പൊ അതുമല്ല, മൊബൈലിന് അഡിക്റ്റ് ആയേക്കാത്ത ആരുമില്ല. ആ രീതിയിൽ പോയി. മൊബൈൽ അടുത്തുണ്ടെങ്കിൽ ഒന്ന് തോണ്ടി എങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അടുത്ത് വെച്ചാൽ നമ്മൾ വെറുതെ എങ്കിലും അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിലേ സാറേ, ഈ പ്രത്യേകിച്ച് ഒരു പുതിയ മണവാട്ടി വീട്ടിലോട്ട് ചെല്ലുക. അപ്പൊ എന്തായാലും ഫോണിൽ മാറ്റി വെക്കാനൊക്കത്തില്ല, വിളിക്കും. അപ്പൊ വിളിക്കുമ്പോഴേ ചില അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. എങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാട് കയറി പറഞ്ഞു പോകും. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ സാർ എങ്ങനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് അതിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗം ഏതൊക്കെയാണ്? സന്തോഷത്തോടെ ഒരു പുതുമണവാട്ടി നമ്മളെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പുതുമണവാട്ടിക്ക് അവിടെ ആളുകൾ കുറവാണ്. അപ്പോൾ ഉള്ളത് അവിടുത്തെ മാമിയും അല്ലെങ്കിൽ അവിടുത്തെ മാമായും ഒക്കെയാണ്. അപ്പൊ ഈ സാറേ, ഞാനൊരു കാര്യം പറയാം. ഈ കുടുംബ ബന്ധത്തിലെ പ്രത്യേകിച്ച് സാറിന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നതേ ഉള്ളൂ. ഈ പെൺകുട്ടി ചെന്ന് കഴിഞ്ഞാല് മാമി എന്ന് വിളിക്കുന്നതിനെക്കാണെങ്കിലും ഉപ്പ ഉമ്മ എന്ന് വിളിക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ പൊതുവായി അങ്ങ് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഒന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, ഉടനെ ആരെ വിളിക്കും? വീട്ടിലോട്ടൊക്കെ വിളിക്കും. വീട്ടിലോട്ട് വിളിക്കും. ഇവിടുത്തെ കുറവും ഇല്ലായ്മ, കുറെ കാര്യമില്ലായ്മ എല്ലാം അവിടോട്ട് പറയും. അവിടോട്ട് പറയുമ്പോൾ ചെറിയ ഉള്ള കാര്യവും ഇല്ലാത്ത കാര്യവും ഒക്കെ എടുത്ത് സംസാരിക്കും. അവരങ്ങനെ പറഞ്ഞോ, ആര് കേൾക്കും? ഈ ഇത് കേൾക്കും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴെന്ത് പറ്റും? വേറെ തെറ്റിദ്ധാരണകളൊക്കെ പലതും ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത് സ്വന്തം വീട്ടുകാരെ ഈ കല്യാണം കഴിച്ച വീട്ടിലൊക്കെ എതിരാളിയായി. ഇത് വേറെ സമയം കൂടുതൽ കിട്ടിയോണ്ട് പറഞ്ഞു പോയതാ. പക്ഷെ വീട്ടുകാരെടുക്കുന്നത് വേറെ രീതിയിലായി. അവര് തെറ്റിദ്ധാരണ വെച്ച് അവിടെ പോഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ നിസ്സാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരം ഒരിക്കലും നമ്മൾ നിൽക്കുന്ന വീട്ടിനെ കുറിച്ച് ഉള്ള ഒന്നും നെഗറ്റീവായ കാര്യങ്ങൾ സ്വന്തം വീട്ടിലേക്ക് എടുത്തെടുത്ത് പഠിച്ച് മനസ്സിലാക്കാതെ, അത് തന്നെ ആ വാക്ക് ശരിക്കും നമ്മുടെ അനുഭവത്തിൽ ഒരിക്കലും നല്ലവണ്ണം മനസ്സിലാക്കാതെ ഒരു കാര്യവും പറയരുത്. അവരിൽ നീരസം ജനിപ്പിക്കരുത്. നീരസം ജനിപ്പിച്ചാൽ പിന്നെ ഏത് കേൾക്കുന്നതും ആ നീരസം വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം ഞാനൊന്ന് പറയാം. ഉദാഹരണമായിട്ട് ഇപ്പം ഈ ഒരു വിവാഹം കഴിക്കുന്ന വീട്ടുകാരെ, അല്ലെങ്കിൽ ഒരു നമുക്കൊരു മോളുണ്ട്, രണ്ട് പെൺകുട്ടികളുണ്ട്, അതിലെ ഒരു മോളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മോളെ ഉള്ളെങ്കിൽ ഈ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ആ വ്യക്തിക്ക് തോന്നുന്നത് എന്താണ്? എനിക്കൊരു മോളുണ്ട്, എനിക്കൊരു മോനെ കൂടെ കിട്ടും, ഒരു മരുമകനെ കിട്ടും. മരുമകനല്ല, മോനെ തന്നെയാണ് കിട്ടുന്നത്. ആ ആഗ്രഹത്തിലാണ് അയാൾ ഈ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ മരുമകൻ ഇദ്ദേഹം പറഞ്ഞതിനോടായിരിക്കും, ഇദ്ദേഹം വലിയ ജാടയിലൊക്കെ നിൽക്കും. ഈ മരുമകൻ. അപ്പം ഈ മോനെ നമുക്ക് എപ്പോഴാണ് പോകണ്ടേ? അത് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് മരുമകൻ തൻ്റെ മകനെ പോലെയാണ് കണ്ടിരുന്നത്. മകനെ പോലെ കാണാനാണ് ആരാഗ്രഹിക്കുക? ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ ഒരു പെൺകുട്ടി ഉണ്ടായ കാലം മുതലേ അവരാഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? എനിക്കൊരു മകളല്ല, ഒരു മകൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് വിവാഹത്തോടെ വന്നു ചേരുമെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ പയ്യൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അതെൻ്റെ സ്വന്തമായി, പിന്നെ ഈ വീട്ടുകാർക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് എല്ലാ പ്രവർത്തനവും നടത്തുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാ വിവരങ്ങളും വീട്ടിലോട്ട് വിളിച്ചു പറയും. ഇവിടെ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചെറിയ കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങളിലെ എന്തെങ്കിലും കുറവുകളും അല്ലാതൊക്കെ പറയുമ്പോഴത്തേക്ക് വീട്ടുകാരുടെ മനസ്സിൽ നേരത്തെ ഈ മരുമോനെക്കുറിച്ചൊരു ചെറിയ നീരസമുണ്ട്. അതിനിടയിലാണ് പുതിയ വിഷയം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നേരത്തെ ഈ മരുമകനോട് ഒരു ചെറിയ നീരസം ഈ മാതാപിതാക്കളുടെ മനസ്സിലുണ്ട്. ഇതൂടെ കേൾക്കുമ്പോൾ അല്പം കൂടെ കൂടുന്ന കാര്യം അതിങ്ങനെ കിടന്ന്
ഇത് ചെയ്യുമ്പോൾ ഈ പരാതികൾ മറ്റുള്ളവരോടും ഒക്കെ പറയാം, അല്ലെങ്കിൽ അത് വർദ്ധിക്കാം. ഇത് പ്രശ്നങ്ങളിലേക്ക് വരും. പക്ഷേ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ഒന്നുമില്ല. അതെ അതെ. പക്ഷേ ഇതെന്താണ്, ഈ മരുമകന്റെ പെരുമാറ്റം ഒരു മകനായി കാണാൻ അവരാഗ്രഹിച്ച സ്ഥലത്ത് ആ സ്നേഹം കൊടുക്കാതിരുന്നതിൽ അവരുടെ ഉള്ളിൽ തോന്നിയ നീരസമാണ് പ്രശ്നമായി മാറുന്നത്. അല്ലാതെ പെൺകുട്ടിയും ചെറുക്കനുമായിട്ടുള്ള പ്രശ്നമല്ല. ഇത് ആളുകൾക്ക് അറിയത്തില്ല. അതെ അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എന്നറിയോ, അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ കോട്ടം തട്ടുന്ന ഒരു ശൈലിയായിപ്പോയി ഈ പുതിയ മാപ്പിളുടെ എന്ന് പറയുന്ന പുതിയ പയ്യന്റെ കയ്യിൽ നിന്ന് വന്നുപോയി. ഒരു കാര്യം കൂടെ എനിക്ക് ഇതിനിടയ്ക്ക് പറയാനുണ്ട്. ഈ ഒരു പെൺകുട്ടിയെ 10-23 വയസ്സ് വരെ പഠിപ്പിച്ചും വളർത്തിയും അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ എന്തെല്ലാം കഷ്ടപ്പെട്ട് സ്കൂളിൽ കൊണ്ടുപോയി ട്യൂഷൻ എടുപ്പിച്ച് അഡ്മിഷൻ മേടിപ്പിച്ച് അവിടെ പഠിക്കാനുള്ള സംഗതി മേടിച്ച് ചിലർക്കാണെങ്കിൽ ജോലിയെല്ലാം മേടിച്ച് ശമ്പളം മേടിക്കാറാകുമ്പോഴത്തേക്ക് പുതിയ ഒരാളെ അതെല്ലാം നേടിയിട്ട് അവനെ ഏൽപ്പിക്കുകയാണ്. ആ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ മകളിൽ എനിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് കേൾക്കുമ്പോൾ അതെ, ഏതൊരു രക്ഷകർത്താവിൻ്റെ മനസ്സിലാണ് അവരെ എന്താണ് മനസ്സിലായ എനിക്ക് ഇങ്ങനെ ഒരു ഇണയാക്കി തന്ന അല്ലേ, അതിനകത്തല്ലേ പറയുന്നത്, ആ ഇണയ്ക്കാക്കി തന്നതിന് വേണ്ടി പ്രത്യേകമായ ഒന്നാണ് വേണ്ടത്. അല്ലാതെ അവരോട് നീരസമല്ല കാട്ടേണ്ടിയിരിക്കുന്നത്, അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറഞ്ഞത്. അള്ളാഹു താല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ തട്ടിക്കളയുന്നതിന് തുല്യമാണ്. കാരണം എന്താ പറയുക, ഇത്രയും ഈ സാറ് പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന് വളരെ ത്യാഗങ്ങൾ അനുഭവിച്ചു മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പുതിയൊരാൾ ജീവിതത്തിലോട്ട് വരുമ്പം പരസ്പരം കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം ഒരു ഭാഗത്തെ മാത്രം സ്നേഹം കൊടുത്തുകൊണ്ട്, കാരണം വീട്ടുകാരെ വേണ്ട എന്ന് പറയുന്നത് വേണ്ട, വിവാഹത്തോടു കൂടി അതെല്ലാം അവസാനിപ്പിക്കണം രീതിയിൽ അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ അറിവില്ലായ്മ കൊണ്ട് ഉത്ഭവിക്കുന്ന കാര്യം. പക്ഷെ ഒരു പക്വതയുള്ള ഒരു പുതിയാപ്പിളുടെ കൈയിൽ നിന്ന് ഇതൊരിക്കലും ഉണ്ടാവില്ല. കാരണം എല്ലാ കുടുംബങ്ങളെയും അവനെ ഒരേ കണ്ണുകൊണ്ട് കാണും. പക്വത ഇല്ലാത്തവരാണ് ഇത്. അതെ അതെ, പക്വത. അത് സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിവാഹത്തിന് പോലും വയസ്സ് 27 ആവണമെന്ന് ഒരു എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ട്. കാരണം പക്വതയാണ് എല്ലാ കാര്യത്തിനും വേണ്ടത്. പക്വതയും അതുപോലെ അവന്റെ കാരുണ്യവും മാനസികമായ അവന്റെ പൊരുത്തങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഒരു വിവാഹ ബന്ധത്തിൽ ചാടിയെങ്കിലേ നമുക്ക് ഇതിനകത്ത് ഒരു ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവത്തുള്ളൂ. അതായത് വിവാഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന പറഞ്ഞാൽ വളരെ ചിന്താപൂർവ്വം പോകേണ്ട ഒരു വിഷയമാണ്. അൽഹംദുലില്ലാ, വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് നമുക്ക് ഖാൻ കരിക്കോട് സാറ് നമുക്ക് നൽകുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.